പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടികേറി നിൽക്കുന്ന സമയത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പ്രതിക്കാട്ടിലാക്കിയ വോട്ടിന് കോഴ ആരോപണത്തിൽ പുതിയ തെളിവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. തന്റെ വാഹനത്തിൽ താനും പ്രമീള ശശിധരനും അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന ശോഭയുടെ വാദങ്ങൾ പൊളിയുന്ന ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. വാഹനത്തിന്റെ പിൻഭാഗത്ത് ഒരു സ്ത്രീയും ഇരിക്കുന്നതും അവർ പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വേഗതയിൽ ഡോർ അടയ്ക്കുന്നതുമായ സ്ക്രീൻഷോട്ടുകളും കോൺഗ്രസ് പുറത്തുവിടുകയാണ്. ശോഭയുടെ വാഹനത്തിലുണ്ടായിരുന്ന ആ അജ്ഞാത സ്ത്രീ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിമി സജീവൻ എന്ന ബി.ജെ.പി. പ്രവർത്തകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ശോഭയുടെ വാഹനം തടഞ്ഞ സമയത്ത് ആ സ്ത്രീ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും അവർ പുറത്തിറങ്ങുന്നത് തടയാൻ ശോഭ മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്നുമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ഈ ദൃശ്യങ്ങൾ പണമിടപാട് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് ശക്തി പകർത്തുകയാണ് എന്നവർ അവകാശപ്പെടുകയാണ്. സിമി സജീവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് ക്യാമ്പിൽ ചെയ്ത് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾ സജീവമായിരിക്കുന്നുവെന്ന് വ്യക്തമായിരുന്ന കൂടുതൽ ചിത്രങ്ങളും കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുത്ത കർണാടകയിലെ പരിപാടിയിലും ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിലും ഇവർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിടുകയാണ്. പരാതി ഉന്നയിക്കുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പണം നൽകിയെന്ന് ആരോപിക്കപ്പെട്ട വയോധികയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ തനിക്ക് പണം നൽകിയിട്ടില്ല എന്നാണ് വയോധിക ഫ്ലൈയിങ് സ്ക്വാഡ് നൽകിയ പ്രാഥമിക മൊഴി. എങ്കിലും വീട്ടിൽ നടത്തിയ പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ഫ്ലൈയിങ് സ്ക്വാഡ് ജില്ലാ കളക്ടറേറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് മോശമായി പെരുമാറിയത് കാട്ടി പോലീസിൽ പരാതി നൽകാൻ ശോഭാ സുരേന്ദ്രനും തീരുമാനിച്ചു. ബി.ജെ.പിയെ വേട്ടയാടിയുള്ള തിരക്കഥയിലാണ് ഭാഗമാണ് ഈ ആരോപണമെന്നും തൻ്റെ വാഹനത്തിൽ അനാവശ്യമായി ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ശോഭയുടെ നിലപാട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നോ എന്ന കാര്യത്തിൽ ഗൗരവമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നിരുന്നാലും ശോഭാ സുരേന്ദ്രൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ഇനിയും പിടിച്ചു നിൽക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. ഇത്രമാത്രം തെളിയിക്കപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും പച്ചയായി തന്നെ വീഡിയോകളും അതേപോലെ ദൃശ്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നുമുണ്ട്. ശോഭ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്നും ഇതിൽ കൂടുതലായി തന്നെ ഒന്നും തെളിയിക്കാനില്ല എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവരുന്ന കമൻറ്റുകളും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.